ഓം ശ്രീ മഹാദേവേ നമഃ. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ദേവിയുടെ 25ാമത്തെ നാമമായ ശുദ്ധവിദ്യാം ഗുരാകാര ദ്വിജപങ്ക്തിദ്വയോജ്വല മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിതാം. ശുദ്ധവിദ്യാം ഗുരാകാര എന്ന് പറഞ്ഞാൽ ശ്രീവിദ്യ, അതായത് അതിന് വേറൊരു പേരാണ് ഷോഡശ വിദ്യ എന്നും. അതായത് 16 അക്ഷരങ്ങൾ അടങ്ങിയ വിദ്യയാണ് ശ്രീവിദ്യ. ആ വിദ്യ ദേവിയുടെ നാവിൽ അങ്കുരം ചെയ്തതുപോലെയാണ് ഈ ദേവിയുടെ പല്ലുകൾ നമുക്ക് കാണുന്നത്. പല്ലുകളെ കുറിച്ചാണ് ഇതിൽ വിശേഷിപ്പിക്കുന്നത്. ശുദ്ധവിദ്യാങ്കുരാകാര ദ്വിജപങ്ക്തി, ദ്വിജം എന്ന് പറഞ്ഞാൽ പല്ല്, ദ്വിജപങ്ക്തി എന്ന് പറയുമ്പോൾ ദ്വിജപങ്ക്തി പല്ലുകളുടെ നിര, ദ്വയോജ്വല 2 പ്രാവശ്യം മുളയ്ക്കുന്നത് കൊണ്ടാണ് പല്ലിൽ ദ്വയോജ്വല എന്ന് പറയുന്നത്. അതായത് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന പല്ല് തനിയെ കൊഴിഞ്ഞു പോയി രണ്ടാമതും പുതുതായി വരുന്നു, അതിനെയാണ് ദ്വയോജ്വല എന്ന് പറയുന്നത്. ശുദ്ധവിദ്യാങ്കുരാകാര ദ്വിജപങ്ക്തി ദ്വയോജ്വല കർപ്പൂര വീടി കാമോദ സമാകർഷ ദിഗന്ധര. കർപ്പൂര വീടുക എന്ന് പറയുമ്പോൾ വീടുക എന്ന താമ്പൂലം, കർപ്പൂര വീടുക എന്ന് പറഞ്ഞാൽ കർപ്പൂരം, അതായത് ഏലക്ക, ഇലവങ്ങം, ഇലവങ്ങം എന്ന് പറഞ്ഞാൽ ഗ്രാമ്പു, ഇലവകം, കസ്തൂരി, പിന്നെ ജാതിക്ക, ജാതിപത്രി, കൃഷ്ണ തുളസി, അങ്ങനെ കുറേ ദ്രവ്യങ്ങളെല്ലാം കൂടെ ചുരുട്ടി വെറ്റിലാക്കി ദേവി എന്നും മുറുക്കിക്കൊണ്ടിരിക്കും. അതാണ് കർപ്പൂര വീടിക. കർപ്പൂര വീടിക, ആ സൗരഭ്യം, അതിൻ്റെ സൗരഭ്യം 4 ദിക്കിലും പരക്കുന്നു എന്നാണ് ഈ നാമം കൊണ്ട് നമ്മൾ അറിയേണ്ടത്. അതായത് കർപ്പൂര വീടി കാമോദ സമാകർഷ ദിഗന്ധർ, 4 ദിക്കിലും വികസിച്ചു കൊണ്ടിരിക്കുന്നു, പരന്നു ആകർഷിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാക്കേണ്ടത്.